സോ ഗായ്സ് നമ്മൾ ഇന്നത്തെ ഡേ 1 അല്ലേ ഡൽഹിത്തെ ഡേ 1 ആണ്. നമ്മളിപ്പോൾ രാവിലെ ഹോസ്കാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോസ്കാസ് ഇല്ലേ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അതാ കുത്തുബ് മിനാർക്ക് വന്നിക്കാണ്. കുത്തുബ് മിനാറിൽ എന്താ ചരിത്രം എന്നൊന്നും നല്ലപോലെ എനിക്ക് അറിയില്ല, പഠിച്ചിട്ട് നമ്മൾ പറയാം. ജാബിർ പഠിച്ചിനി. ഇതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ മറ്റേതുണ്ടല്ലോ, ഏതോ ഒരു എന്താ പറയുക DD ബോഡിയോ എന്തോ ഒരു ഇത്, അത് ChatGPT നോക്കിയാലും വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ എന്താ പറയുക താജ്മഹലിൻ്റെ ഒരു ഫ്രെയിം, അത് അങ്ങനെ കുറേ ഫോറിനേഴ്സൊക്കെ പോകുന്നുണ്ട്. ഇതാണ് നമ്മളെ താജ്മഹൽ, കുത്തബ് മിനാർ. താജ്മഹൽ ലക്ഷ്യം വെച്ച് വന്നിട്ട് അത് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ചരിത്രം പഠിച്ചാൽ അതാ. കുത്തബ് മിനാറിനെ കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത്? കുത്തബ് മിനാർ എന്ന് പറയുന്നത് ഒരു 800 വർഷം മുമ്പുള്ള സംഭവമാണ്. കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഏകദേശം പൗതി ഫസ്റ്റ് ഇതായപ്പോ തന്നെ മൂപ്പര് മരിച്ചു. ഫസ്റ്റ് ഇതോ ബാക്കി വേറെ ആള് മോനാ പേരെന്തെനിക്കറിയാം. ബൈ എന്താ അത് വേറെ തോന്നി. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സംഭവം അല്ലേ. പഠിച്ചിന് കേസ് നമ്മളെ ChatGPT നോക്കി, പക്ഷെ നമ്മള് മറന്നുപോയി. വ്ളോഗ് നോക്കിനി. പക്ഷെ സംഭവമാണ് കുത്തുബുദ്ദീൻ ഐബക്കാണ് മറ്റേത്. നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയോക്കാം. ഫ്രെയിം വെച്ച് നമ്മളിനി വ്ളോഗൊന്നും വേണ്ട, ഫ്രെയിം വെക്കല്ലേ, മറന്നപോലെ. നമുക്ക് അതിന്റെ ഉള്ളിൽ കണ്ട് പോയേക്കാം, അങ്ങോട്ട് പോയേക്കാം. മായത്തുള്ളി കണ്ടോട്ടെ, അതൊക്കെ നാച്ചുറാലിറ്റി. സോ എല്ലാവരും വീഡിയോഗ്രാഫി തുടങ്ങിയാണ്. അതാ അടുത്ത ഷാദ് വീഡിയോഗ്രാഫി, കൽഫാൻ വീഡിയോഗ്രാഫി, ജാബിർ വീഡിയോഗ്രാഫി, മെസിൻ വീഡിയോഗ്രാഫി, അൻജിൽ ബ്ലോഗ് വീഡിയോഗ്രാഫി, എല്ലാ വീഡിയോഗ്രാഫേഴ്സും ഉണ്ട്. പാത്താലും മലയാളി. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയില്ല, നമ്മളോരോ കാട്ടിക്കൂട്ടിൽ കാണുക അത്ര തന്നെ, വേറെ നിവർത്തില്ല. വൈബാണ്. ഇങ്ങോട്ട് വരിക, സ്ഥലങ്ങൾ കാണുക, എക്സ്പ്ലോർ ചെയ്യുക, അടിപൊളിയാക്കുക. 1 കിലോമീറ്റർ ഇപ്പം നടന്ന് ഏകദേശം കാലൊക്കെ കഴിഞ്ഞ് 1.5 കിലോമീറ്റർ നടന്ന് മെട്രോ ഇറങ്ങി. ഫുള്ള് മെട്രോ ആണ് ഇവിടെ യൂസ് ചെയ്യണത് നല്ലത് കേട്ടോ, ഏറ്റവും ബെറ്റർ അതാണ്. ഓട്ടോറിക്ഷ ഒഴിവാക്കുക, അതാണ് മെയിനായിട്ട് നല്ലത്. പിന്നെ ഇതൊക്കെയാണ് കുത്തബ് മിനാറിനെ കുറിച്ച് പറയാനുള്ളത്. കുത്തബ് മിനാർ, ഇതാണ് കുത്തബ് മിനാർ. ഒന്ന് കണ്ടു, ഞാനൊന്ന് കണ്ടു കേട്ടോ. എന്താ ഇത് മഴ ഇതുണ്ടോ? അതെ, ഒരു ഫോട്ടോ ഒന്നും കിട്ടില്ല. ഫോട്ടോ എടുക്കാൻ ഫുള്ള് ബ്ലാക്ക് കളർ ആയിക്കാണ്. ഇതിന്റെ മേലെ കയറാൻ പറ്റുമോ? ചില ആൾക്കാർക്ക് ഉള്ളിൽ ഉണ്ടല്ലേ, കേറാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. ഓലിപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ വീഡിയോഗ്രാഫി. വാ നമുക്ക് നടന്നു നോക്കാം. കമോൺ ഗൈസ്, നമുക്ക് ഫ്രണ്ടിലൂടെ ഒന്ന് നടന്നു നോക്കാം. 2 ആൾക്കാർ ഇവിടെ കുത്തിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, വീഡിയോഗ്രാഫിയാണ്, വേറെ ഒന്നല്ല തെറ്റിദ്ധരിക്കരുത്. മോസ്ക് പള്ളി പറഞ്ഞ പോരെ, പള്ളി അതാ അവിടെയാണ്. അല്ല അതാ മുമ്പില്. അപ്പൊ കുത്തുബ് മിനാർ മുമ്പിൽ. അപ്പൊ എന്താ അവിടുന്ന് കാണാനുള്ള വ്യൂ ആണ് ഗൈസ്. സോ ഗൈസ് ഇവിടെ ഇങ്ങനെ മുമ്പ് പോയാൽ നമുക്ക് അതിന്റെ വ്യൂ ഒക്കെ കിട്ടും, നല്ലൊരു കിട്ടും. സംഭവത്തിലല്ലേ വിഷ്വലൊന്നും അത്ര പെർഫെക്റ്റ് ആവില്ല, കാരണം മഴയാണ്. ചെറിയൊരു വെള്ളത്തുള്ളിതൊക്കെ ഉണ്ടായോണ്ട്, പക്ഷെ ഇത് കിട്ടും. നമ്മൾ നൈറ്റ് വരെ ഇവിടെ സ്പെൻഡ് ചെയ്യും. സോ നമുക്ക് ഇവിടുന്നല്ലേ അങ്ങോട്ട് 2-4-5 സൈഡിൽ നിന്ന് ലൈറ്റ് പോകാണ്ട് നമുക്ക് ആണ്ടോ, ഇതൊക്കെ ഈ ലൈറ്റൊക്കെ അമ്മക്കെ കയറണോ, ലൈറ്റ് പോകാണ്ട്. അപ്പോൾ ആ ലൈറ്റ് നമുക്ക് കിട്ടും. ആ ലൈറ്റ് കിട്ടിയാൽ സംഭവം നല്ല രസം ഉണ്ടാവും എന്നാണ് വിചാരിക്കണേ. കിട്ടിയാൽ മതിയായി. ഗൂഗിളൊക്കെ അങ്ങനത്തെ ഫോട്ടോസ് ഉണ്ടോ? അങ്ങനത്തെ ഫോട്ടോസ് ഉണ്ട്. നമ്മളത് കിട്ടിയിട്ടേ പോവുള്ളൂ, അത് അത്രേ ഉള്ളൂ. ഇവിടെ കാരണം 4 ഭാഗത്തുനിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താണ്ട് രാത്രിത്തെ വ്യൂ ആണ്. രാത്രി നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ രാവിലെ പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ മലയാളീസൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ മലയാളീസ് ഉണ്ട്, എങ്ക പത്താലും മലയാളീസ്. നമ്മൾ മലയാളീസാണ്, കുറ്റം പറയല്ല. സംഭവം കാണുന്ന മാതിരിയല്ല, നല്ല വലിപ്പുണ്ടല്ലേ.
അങ്ങോട്ട് കാണിച്ചു കൊടുത്താ, അങ്ങോട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താ. നല്ല കണ്ടോ, നല്ല വലിപ്പുണ്ട് കണ്ടോ, നല്ല വലിപ്പുണ്ട്. അയ്യോ നമ്മൾ എടുത്തുമ്പോ ഒരു ഭാഗം അത്രേ ഉള്ളൂ. കണ്ടോ, എൻ്റെ വലിയ കയ്യിൽ അത്രേ ഉള്ളൂ. മറ്റേ സാധനം ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ള സാധനം. സോ ഓണം വെക്കേഷൻ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇൻഷാല്ലാ കുത്തുപണി ഇതെന്താന്ന് അറിയണോല് വായിച്ചു തരിക. അറബിയാണ്, പക്ഷെ നമ്മൾ വായിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. ആർക്ക് വായിക്കാനും അറിയോ ഈ സ്ട്രക്ചേഴ്സ് എന്താണ്? അല്ല സ്ട്രക്ചർ അല്ല, ഈ സ്ട്രക്ചർ എന്താണിത്, എന്താ സാധനം എഴുതിയത്, അറബിയിൽ എഴുതിയ സംഭവം എന്താണെന്ന് അറിയില്ല. അത് മനസ്സിലാവാൻ നല്ല വയ്യുണ്ടോ? നമ്മളെ ഗൈഡും നമ്മൾ തന്നെയാണ്. നമ്മളെ ഗൈഡ്, മെയിൻ ഗൈഡ് ജാബിർ കൽഫാനാണ് മെയിൻ ഗൈഡ്. എന്താ പറയുക, ഓല് പറഞ്ഞാൽ നമ്മൾ കേൾക്കുക, വിശ്വസിക്കുക, അത്ര തന്നെ. അതിലിപ്പോൾ ഒന്നുമില്ല, നമുക്ക് ആവശ്യമൊന്നുമില്ല. ആ അഥവാ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ChatGPT ഒക്കെ അവിടെ ഇരുന്ന് വായിക്കും. എന്നിട്ട് നമ്മൾ കിഡിലെ റിവ്യൂ ആണ് പറയും. അതാണ് നമ്മളെ ഇതിലെ വേറെ സംഭവം ഉണ്ട്. ഇതിന് ഒരു എൻട്രൻസ്, നമ്മളിപ്പോൾ ഒരു എൻട്രൻസ് അല്ലാണ്ട് ഇതിന് കുറേ എൻട്രൻസ് ഉണ്ടായിരുന്നു പണ്ട് 4 എൻട്രൻസ് ഉണ്ട്. അതൊക്കെ എന്തായതാണ്, പൊട്ടിയതാണ്, കാലപ്പഴക്കം കുറഞ്ഞു. കാരണം 800 വർഷം എന്നൊക്കെ പറയുമ്പോ അല്ലേ ആടാ അങ്ങനെ വേണ്ട സൺസൈഡ് പൊട്ടിയില്ലേ? സൺസൈഡോ? ആകെ 20 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ സൺസൈഡ് പൊട്ടി. നോക്കി അതിന്റെ ഒരു ഭാഗം പൊട്ടിയില്ലടോ. ചെങ്കലോ ഇഷ്ടിക? ചെങ്കൽ എന്ത് ഇവിടെ ഇതിന്റെ ഈ സാധനം നോക്കി നോക്കിയാ എഴുത്ത് നോക്കി എങ്ങനെയാടാ അതൊക്കെ പാടെ എഴുതി ഉണ്ടാക്കണേ. അങ്ങനെ ഉണ്ടാവൂലേ, ഫുള്ള് കല്ല് വെച്ചതിന് ശേഷം. ഓ ടഫ് ഇതൊക്കെ ആ ഫ്ലവറൊക്കെ കൊത്തി ഉണ്ടാക്കി വെച്ചോക്കിയാ. ആർക്കിക്കോ എന്താണ് എടുക്കണം പറഞ്ഞല്ലേ? എന്താ? സോ ദിസ് ഈസ് മൈ ടേൺ ഗൈസ്. പൊട്ടിയിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ് അവിടെ പൊട്ടി അങ്ങോട്ട് പോരി, എന്നാ വേഗം കാണാം. അത്ര തന്നെ ഒന്നുമില്ല, പിന്നെ നിക്കൂലേ? എന്തായാലും എന്റെ പേരൊക്കെ പൊളിഞ്ഞിട്ട് എന്തായാലും കുത്തബ് പൊളിയുള്ളൂ. ഭൂകമ്പം ഒന്നും കിട്ടില്ല. താജ്മഹലിന്റെ തൊള്ള വരുന്നുള്ളൂ. This is not double meaning. അതാരാണ്? തൻ്റെ പ്രിയതമയ്ക്ക് കാണിച്ചു കൊടുക്കാണ് ദിസ് ഈസ് കുത്തുബ് മിനാർ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ബായെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. എല്ലാവരെയും ഒറ്റക്ക് വന്നേ നോക്കട്ടെ. മോർണിംഗ് കൊണ്ടുവരുമോ? ഇനി അല്ല കെട്ടുകയാണെങ്കിൽ, മോർണിംഗ് കൊണ്ടല്ല കെട്ടുകയാണെങ്കിൽ ഇന്റർനാഷണൽ നോക്കണത് നമുക്ക് പറഞ്ഞില്ലേ നോക്കിക്കോളി, വേങ്ങരങ്ങാടി നോക്കിക്കോളി. എന്തെങ്കിലൊക്കെ കേസിൽ പെടും മിക്കവാറും, എനിക്ക് തോന്നുന്നുണ്ട്. താജ്മഹലിന് തുടങ്ങി ഇമ്മാനെ ഈ വ്ളോഗ് ഇമ്മാനെ കാണിക്കണം, എന്തായാലും കാണിക്കണം. ആൾക്കാരോട് മക്കളെ കെട്ടിച്ചെടുക്കുമ്പോ മാക്സിമം വേങ്ങര കോട്ടക്കൽ ഭാഗത്തേക്ക് വേണ്ട. എന്തിനാ അരിക്കോട്ടുക്കും വേണ്ട. നമ്മളിവിടെ ഫുള്ള് ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. ഞാനും തന്നെ ഇപ്പൊ പഠിച്ചോണ്ട് കൽഫാനെ പറ്റി അവിടെ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ നാട്ടുകാരെ പറ്റിയല്ല പറഞ്ഞു, അവിടെ കൽഫാനെ പറ്റി അവിടെ വിടടോ. അതല്ല, ഇവിടെ വേറെ സംഭവം ഉണ്ട്. ഇതിലല്ലേ ഇവിടെ നോക്കിയാ ഇതിന്റെ മേലെ കൂടെ വിമാനം പോണ ഒരു ഫോട്ടോ ഇവിടെ അല്ലേ? ഇവിടെ ഇതിന്റെ അടുത്ത് നമ്മുടെ മാപ്പ് നോക്കിയപ്പോ ഇവിടെ അടുത്താണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് നേരെ പൊന്തുന്ന വിമാനം നേരെ ഇതിന്റെ മേലെ കൂടെ പോണ നമുക്ക് വിഷ്വൽ കിട്ടും. ഒന്നെങ്കിൽ അതിന്റെ വിഷ്വൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വീഡിയോ കിട്ടും. നമ്മൾ വ്ളോഗിൽ
മാക്സിമം ആ ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം. നല്ല രസമായിരിക്കും ഇതിന് കൂടെ ഇങ്ങനെ വിമാനം പോയാൽ. ഷാദവിടെ കാര്യമായിട്ട് ന്യൂ വ്ളോഗിങ് തുടങ്ങാനുള്ള പരിപാടി. സോ ഗായ്സ് ഇങ്ങോട്ട് ഇങ്ങനെ ഇതാണ് കുത്തിമിനാർ. ഇതാണ് ട്ടോ ഫോണ്. ഷാദ പറയ് കണ്ടിന്യൂ. ഷാദ് കാര്യമായി അതാ ഷാദ് എടുക്കുന്നുണ്ട്. സോ ഗായ്സ് എന്തോ ട്രൈ ചെയ്യുന്നുണ്ട്, എന്തോ സംഭവം ചെയ്യാൻ പോകുന്നുണ്ട്, എന്തോ ഉദ്ദേശിക്കുന്നു. ആദ്യം നമുക്ക് കണ്ടിട്ട് തോന്നുന്നു ആദ്യം കുത്തുമിനാർ കാണിച്ചിട്ട് സോ നമുക്ക് ഭയങ്കര മടിയാടാ ഷാദ. ഇങ്ങനൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ എങ്ങനെ നമ്മൾ മറ്റേതില്ല പബ്ലിക് എന്തോ ഒരു ഇതില്ല സ്ട്രെസ് ആൻസൈറ്റി ഒന്നും പാടില്ല, പബ്ലിക് ആൻസൈറ്റി ഒന്നും പാടില്ല. എങ്ങനെ വീഡിയോ എടുത്താലും ചെയ്യണം. സോ ഗായ്സ് നമ്മളെന്നുള്ളത് കുത്തുമിനാറാണ്. സോ ഗായ്സ് കുത്തുമിനാർ എന്ന് കണ്ടാലോ ഇങ്ങനൊക്കെ വരിക, ഇങ്ങനൊക്കെ പറയാം. ഷാദ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് അങ്ങനെ അവിടെ ഇങ്ങനെ പോസ്റ്റ് ആക്കണം, അങ്ങോട്ടൊക്കെ. സോ ഗായ്സ് ഒന്ന് കുത്തുമിനാർ എന്ന് കണ്ടാലോ തിരിച്ച് ഇത്ര പരിപാടിയുള്ള അല്ല നമ്മളെ വ്ളോഗ് വർത്തിക്കലായി. തിരിച്ചു ഓക്കെ. ഇതെങ്ങനെ പറഞ്ഞാൽ മതി ഷാദ് കുത്തുമിനാർ അതാണ് അവനവിടെ പറഞ്ഞത്, കുത്തുമിനാർ. സോ ഷാദിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. നിങ്ങൾക്ക് റീലിൽ കാണാം, മൂഡ് സ്റ്റോറിക്കെങ്കിലും കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ നമ്മൾ ഹോസ്റ്റൽസിക്ക് പോയിന്. പക്ഷേ അവിടെ പറഞ്ഞാൽ മെയിനായിട്ട് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഫ്ലാഗിൽ ആഡ് ചെയ്യാൻ മാത്രം ചെറുതായിട്ട്. പിന്നെ അവിടെ എന്തൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതിന് കുത്തനെ മുന്നിൽ നമ്മളെ ആട്ടർത്തനം പറയാ. നെറ്റോ നെറ്റോടെ ഇതിനൊക്കെ എന്തെങ്കിലും ആ നെറ്റിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂടെ, എന്തെങ്കിലുമൊക്കെ. ഇതിൻ്റെ പണി ചെയ്ത ആളുണ്ടല്ലോ, എന്തെങ്കിലും എന്താ പറയുക, ആർക്കിടെക്ടർ എഞ്ചിനീയർ വന്ന് മാത്രമേ ഇവിടുത്തെ സെക്യൂരിറ്റികൾക്ക് പോലും അറിയാൻ പറ്റില്ല ചിലപ്പോൾ അതിൻ്റെ ആ നെറ്റ് വെച്ച് കിട്ടീന്. അത്രക്ക് പെർഫെക്റ്റ് ആണ്. ഒരു കുത്തുമിനാർ പണിതാലോ. ഈ ടൈമിലൊക്കെ നമ്മൾ കുത്തമ്മിനാർ പണിയൊക്കെ നമ്മുടെ അത്യാവശ്യം ഫണ്ട് ഇറങ്ങും. അത്യാവശ്യം ഫണ്ട് ഇറങ്ങിയിട്ട് നടക്കുള്ളൂ. കാരണം ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ഇവിടെ ഒരു ഇപ്പത്തെ ഇതിലൊന്നും നമുക്ക് ഒരിക്കലും ഇങ്ങനെ പോസിബിൾ അല്ല ഉണ്ടാക്കി വെക്കല് പറഞ്ഞാല്. കാരണം തന്നെ നമ്മളെ മേശരിമാർക്ക് നടക്കൂല. ഓക്കെ ഇനി നടന്നാലും ശരി എന്താ പറയാ എക്സ്പെൻസ്. പണ്ടുള്ള ആൾക്കാരൊക്കെ അടിമകളാണ് അധികം ഉണ്ടാവുക. ഇങ്ങനത്തെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അടിമകളാണ് ഉണ്ടാവുക. അപ്പോൾ പൈസ കാര്യങ്ങളൊന്നുമല്ല, പണിയെടുക്കുക അങ്ങനെയുള്ള രീതിക്കാണ് പണ്ട് കാലത്ത് പണിയെടുപ്പിക്കുക. താജ്മഹൽ എത്ര 20,000 ആൾക്കാരെ വെച്ചിട്ടാണ് എടുപ്പിച്ചത്. പണിക്കാരെന്ന് മാത്രമല്ല എന്തേലും അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണ്. പണ്ടൊക്കെ രാജഭരണമല്ല, അപ്പം അങ്ങനെയാണല്ലോ വരിക. അങ്ങനെയാണ്. ഇപ്പം രാഷ്ട്രീയ ഭരണമാണ്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അത് നമുക്ക് നമ്മുടെ ടോപ്പിക്കല്ല. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് പോസിബിൾ. അതുകൊണ്ട് ഇത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ടാവാം. ഓരോ പൊത്തിലും പ്രാവൊക്കെ ഉണ്ട്. പ്രാവോ ഇവിടെ എടാ ഞാൻ എപ്പോഴാണ് ശരിക്കും ഒന്ന് മേലെ നോക്കണേ. നമ്മളൊക്കെ ഒരു നമ്മളെ നാട്ടിലൊക്കെ ഒരു ബിൽഡിങ് ഉണ്ടെങ്കിൽ ആദ്യം എന്നാ തേരീച്ച എന്നാ ഇവിടെ ഒരു കൂട്ടാ നല്ലൊരു ഏരിയ അല്ലേ ജാബിറേ? ഒരു സെറ്റപ്പ് ആണല്ലോ. ഇവിടെ നമുക്കൊരു തേരീച്ച കൂടാണ് പണിയാ. ഇതാണ് നമ്മളെ നാട്ടിലൊരു നല്ലൊരു കുത്തനുള്ളൊരു ബിൽഡിംഗ് ഒന്നും തന്നെയുള്ള അവസ്ഥ. പ്രാവുകൾ കൂടുതൽ ഇൻ ഡൽഹി. വൈ പ്രാവുകൾ ആൻഡ് തത്താസ് കൂടുതൽ ഇൻ ഡൽഹി. എൻ്റെ അടുത്ത് കുറ്റിപ്പാല പച്ചതത്ത എത്ര അവിടെ കുറച്ചൊന്നല്ല. എങ്ക പാത്താലും അമ്പലപ്രാവുകൾ അതെന്തുകൊണ്ടാ അങ്ങനെ കുറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. ഉത്തരമില്ലാത്തതല്ലേ നമ്മക്ക് ഉത്തരം. പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാല് താജ്മഹലില് എന്തോ ലോക അത്ഭുതങ്ങളിൽ ഒന്നാവുള്ള കാരണം അതറിയില്ല. അത് അറിയുന്നവരൊന്ന് പറഞ്ഞു തരാം. സംഭവം കുറെ ആൾക്കാർ പറഞ്ഞു.
ടൈം അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ പല ആൾക്കാർ പലതും പറഞ്ഞു. ബട്ട് ഈ ഹിസ്റ്ററിയിൽ പറയാത്ത ഒരു മിത്ത് ഉണ്ട്, ഹിസ്റ്ററിയിലൊന്നും പറയാത്തൊരു മിത്ത് ഉണ്ട്. അത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. യൂസ്ഫുൾ ആവും, ഉപകാരമാവും. അത് നമുക്ക് കിട്ടിയില്ല, എന്താന്നുള്ളത് കിട്ടില്ല. നോർമലി യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് നമുക്കത് കിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ DM ചെയ്യാം അല്ലേ അതുപോലെ. സോ ഇതാണ് കുത്തുബ് മിനാറിനെ കുറിച്ച് പറയാനുള്ളത്. കുത്തുബ് മിനാറിന് പറഞ്ഞ പോലെ താജ്മഹലിൽ ഉണ്ടായി. അതായത് കുത്തുബ് മിനാറിനെ സംബന്ധിച്ച് വെച്ചാൽ കുത്തുബ് മിനാർ നമ്മൾ ഈ റീലൊക്കെ ആണ് പറയല്ലേ, കുത്തുബ് മിനാർ ഈസ് ഓക്കെ ബട്ട് ദ സ്ട്രെച്ചസ് അല്ലേ സംഭവം അതാണ്. കുത്തുബ് മിനാർ ഓക്കെയാണ്, എല്ലാ ഇതും ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി വെച്ചൊരു സംഭവം. പക്ഷെ ഇതൊരു കൊത്തുപണി നോക്കടാ. എൻ്റെ വിചാരം കുത്തുബ് മിനാർ പറഞ്ഞാൽ ചെരിഞ്ഞ ഗോപുരമുണ്ടല്ലോ, അവിടെ അതെന്താ അതവിടെ അറിയില്ലല്ലേ. സോ ഗായ്സ് കുത്തുബ് മിനാർ പറഞ്ഞാൽ എൻ്റെ വിചാരം അതാണ്. സോ ഇത്രേ ഉള്ളൂ നമ്മളെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ്, കുത്തുബ് മിനാറിലുള്ള വ്ളോഗ്. ഇനി നമ്മൾ ഞങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ഇനി വേറെ ഒന്നും ഇല്ല. സോ നമ്മളിവിടെ വെച്ച് എൻ്റെ ചെയ്യാണ്. അടുത്തൊരു കുറേ സ്ഥലം ഇന്ന് രാത്രി നമ്മൾ ചിലപ്പം ഒരു പാർട്ടിന് ഒരു സംഭവത്തിന് ഒരു ടൈം ഒരു ജമാസ്തി കൂടി പോകാനുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ട്. ജമാ മസ്ജിദ് അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് രാത്രി കാണാനാണ് ഏറ്റവും ബെറ്റർ അല്ലേ. അങ്ങനെ പറഞ്ഞു രാത്രി എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ കുറേ നടക്കലും ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ക്ഷീണിതരാണ്. സോ ഗായ്സ് നമ്മളിവിടെ ചിലപ്പം അതുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വൈൻഡ് അപ്പ് ഓഫ് പാർട്ട് 3, 4, 5 എന്തെങ്കിലുമൊക്കെ ആവാം. സോ നമുക്ക് നോക്കിയിട്ട് വേണം. യാത്ര അന്തപ്പെട്ട് ഞാൻ നിന്നു. സോ ഗായ്സ് ഇതാണ് കുത്തുബ് മിനാറിൻ്റെ വ്യൂ. നമ്മൾ നേരത്തെ വ്ളോഗ് കട്ട് ചെയ്യുന്ന പറഞ്ഞ് അത് കട്ട് ചെയ്തതാ. ഇപ്പോൾ ഈ ഒരു വിഷ്വലും പാടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം നൈറ്റാണ് കുത്തുബ് മിനാർ കാണാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞത്. രാവിലെ കുറച്ച് കോടമഞ്ഞ് മാതിരി ഇങ്ങനെ മൂടിക്കിടക്കും. എന്താണെന്നറിയില്ല, പൊല്യൂഷൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അത്രയും പൊല്യൂഷനാണല്ലോ. അപ്പോൾ കാണുക, ഒന്ന് കാണിച്ചു കൊടുത്ത് അഞ്ചിലെ ആ വിഷ്വൽ ഒന്നും പാടി കാണിച്ചു കൊടുക്ക്. ഇതാണ് നൈറ്റ് വ്യൂ, നല്ല ഭംഗിയുണ്ട് നൈറ്റിൽ. താജ്മഹലിലെ പിക്ക് വല്ലാണ്ട് ഭംഗി ഉണ്ടാവില്ല തോന്നുന്നുണ്ട് അല്ലേ, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. അല്ല താജ്മഹൽ ഇങ്ങനെ ഇടക്കിടക്ക് കയറി വരാണ്. താജ്മഹൽ ലക്ഷ്യം വെച്ചിട്ട് താജ്മഹൽ നേരത്തെ പറഞ്ഞ നമ്മൾ കാണാനാണ്, അല്ല ഫോട്ടോത്തിലേയും ഭംഗി കാണാണെന്നുള്ളത്. ഇത് ഫോട്ടോനും കാട്ടി ഇത് അതേമാതിരി തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് ഫോട്ടോയിൽ പിന്നെയും താജ്മഹൽ ഭംഗി ഉണ്ടാവും, ഇത് കുറച്ചയില് ഭംഗി ഉണ്ടാവും. പക്ഷെ ഇത് ചെറിയ ചെറിയ കൊത്തുപണികളൊക്കെ ഉണ്ടായതുകൊണ്ട് നേരിട്ട് കാണണം. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകണം. ഇന്ത്യ ഗേറ്റ് പറ്റുന്നുണ്ടെങ്കിൽ പോവും. അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ കാണിച്ചു കൊടുത്താണ്ട് എന്താ പറയുക, നമുക്കിത് ഉണ്ടാക്കാം അല്ലേ.